ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ്. എൻ്റെ പേര് ജീവ സിവി സജിത്ത്. നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുർത്തി മേടിച്ച് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ കുറച്ചധികം പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഫ്രണ്ടിലും പ്ലേറ്റ്സ് ബാക്കിലും പ്ലേറ്റ്സ്, അപ്പോൾ ചിലർക്കെങ്കിലും അതൊരു ഡിസ്കംഫർട്ടബിൾ ആയിരുന്നു. കാരണം വെച്ചാൽ വണ്ണം തോന്നുന്നു എന്നൊരു പരാതി വന്നു. അപ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഞാൻ ഫ്രണ്ടിൽ മാത്രം പ്ലേറ്റ്സ് കൊടുത്ത് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കൊണ്ടുവന്നേക്കുന്നതാണ്. ബാക്ക് സൈഡിൽ എയർലൈൻ കട്ടാണ്. അപ്പോൾ ധൈര്യമായിട്ട് വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും ഒക്കെ പർച്ചേസ് ചെയ്യാം. ഒതുങ്ങിയ നല്ല ഫീല് തോന്നും കേട്ടോ. നല്ലൊരു പാർട്ടി വെയർ ജോർജറ്റ് കുർത്തിയാണ്. ഫോക്സ് ജോർജറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എക്സലാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത്. എനിക്ക് അത്യാവശ്യം ലൂസ് ഫിറ്റ് ആണ്. ഞാൻ ബാക്കിലേക്ക് ടക്ക് ചെയ്ത് വെച്ചേക്കുവാണേ. നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. അതിലേക്ക് യോക്ക് പോർഷനിലേക്ക് നല്ല ഭംഗിയായിട്ട് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക്, സെയിം എംബ്രോയ്ഡറി വർക്ക് നമ്മൾ സ്ലീവെറ്റി കൊടുത്തിട്ടുണ്ട്. സ്കാലപ്പാണ് ചെയ്തേക്കുന്നത്. പിന്നെ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലേക്കും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. അതായത് വിട്ട് കൂട്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനിലേക്ക് സിമ്പിൾ ആയിട്ടുള്ള ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡ് വരുന്നത് എയർലൈൻ കട്ടിംഗ് ആണ്. 46 to 47 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. സൈസാണ് ഇതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ട്. സൈസ് വരുന്നത് ലാർജ് തൊട്ട് 4XL സൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4XL വരെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിലേക്ക് പ്ലേറ്റ് കൊടുക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവണമെന്നില്ല. പക്ഷേ എയർലൈൻ ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. സെയിം ടൈം തന്നെ ഫ്രണ്ട് പോർഷൻ്റെ പ്ലേറ്റ്സ് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു 4XL സൈസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് വണ്ണം ഉണ്ടല്ലോ, നല്ല വയറും ഹിപ്പ് സൈസും ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റ്സ് വന്നു കഴിയുമ്പോഴത്തേനും അതെല്ലാം കവറായി പോകും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വെയർ ചെയ്യാം. ഹിപ്പൊക്കെ നല്ല ലൂസായിട്ട് നല്ല എന്താ പറയുന്നത്, ഇറുകി പിടിച്ച ആ വണ്ണമുള്ള ഭാഗമൊന്നും വിസിബിൾ ആവാണ്ട് ഹൈഡ് ചെയ്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലാർജ് തൊട്ട് 4XL വരെയാണ്. എൻ്റെയൊക്കെ എന്നെക്കാളും മെലിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ലാർജിനും ചെറിയ സൈസ് വേണമെന്നുള്ളവർക്ക് ഒരു സൈസ് ഇങ്ങനെ കൂട്ടിയാണല്ലോ വന്നേക്കുന്നത്. അത് എടുത്തിട്ട് ഓൾട്ടർ ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ. ബാക്കിലേക്ക് എയർലൈൻ കട്ടിങ് ആയതുകൊണ്ട് ഓൾട്രേഷൻ വെരി സിമ്പിളാണ്. നല്ല ഭംഗിയുള്ള 4 കളേഴ്സാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത്. മോസ്റ്റ് ഡിമാൻഡായിട്ട് ലാസ്റ്റ് ടൈം വന്ന കളേഴ്സാണ്. ജെറ്റ് ബ്ലാക്കിന് നല്ല ഡിമാൻഡായിരുന്നു. സെയിം ടൈം പിസ്ത ഗ്രീൻ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയതാണ്. വീഡിയോയിൽ ഒരു വൈറ്റ് പോലെയൊക്കെ ആയിരിക്കും പിസ്ത ഗ്രീൻ കാണുന്നത്, പക്ഷേ എക്സാക്റ്റ് പിസ്ത ഗ്രീൻ്റെ പേസ്റ്റൽ ചാർട്ടാണ്. പിന്നെ ഡിമാൻഡ് ആയിട്ട് വന്നത് ന്യൂഡ് ബ്രൗൺ ആണ്. പിന്നെ ഓഫ് വൈറ്റ് ആണ്. മിൽക്കി വൈറ്റ് ഓഫ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് ചേരും കേട്ടോ. നല്ല വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് ഒരു വി നോച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വരും ഔട്ട്ലുക്ക്. ഇതുണ്ടോ. ബാക്ക് സൈഡ് എയർലൈൻ കട്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് പ്ലീറ്റ്സ് ചെയ്തേക്കുന്നത്. ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. റഫ് യൂസ് ചെയ്യാം. പ്രൈസ് ഏറ്റവും അടിപൊളി പ്രൈസാണ്. 749 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഭയങ്കര രസമാണ് കേട്ടോ. 4 ഷെയ്ഡ്സും അടിപൊളിയാണ്. ആര് വെയർ ചെയ്താലും നല്ല സൂപ്പർ കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറും കൂടെ വെയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. വെരി ബ്യൂട്ടിഫുൾ, വെരി കംഫർട്ടബിൾ, നല്ല ഫിറ്റിങ്സ് ആണ്. സൈസ് വരുന്നത് ലാർജ് തൊട്ട് 4XL സൈസസിൽ അവൈലബിൾ ആണ്. ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ജോർജറ്റ് പാർട്ടി വെയർ. 749 വണ്ടർഫുൾ പ്രൈസാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ നമ്മുടെ തേർഡ് കളർ വരുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ പിസ്ത. പിസ്തയിലേക്ക് വരുമ്പോഴത്തേനും ഈ ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. പക്ഷേ പിസ്ത ഗ്രീൻ ചിലപ്പോൾ ഇതിനകത്ത് ഭയങ്കര ലൈറ്റർ ഷെയ്ഡായിട്ടായിരിക്കും തോന്നുന്നു കേട്ടോ. നല്ല കളർ ഷെയ്ഡാണ്. പേസ്റ്റൽ ചാർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്ലസ് സൈസ് കുർത്തീസ് കൊണ്ടുവന്നിട്ട് അത് മിസ് ചെയ്യരുത് കേട്ടോ. നല്ല നല്ല അടിപൊളി കളേഴ്സിൽ അടിപൊളി എംബ്രോയ്ഡറിയോട് കൂടി വന്നിരിക്കുന്ന കുർത്തിയാണ്. 749. അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് ഒന്ന് നോക്കിയേ. ഓഫ് വൈറ്റ് ആണ്. എല്ലാവർക്കും ചേരും. മിൽക്കി വൈറ്റ് ആകുമ്പോൾ ചിലർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഓഫ് വൈറ്റ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ്. നല്ല പ്ലസൻറ്റ് കളറാണ്. ചർച്ച് വെയർ ആയിട്ടോ ചെറിയ ചെറിയ ഫംഗ്ഷൻസിനും ഇനി ഒന്നും അല്ലെങ്കിലും ചുമ്മാ ആണേലും വെയർ ചെയ്യാൻ നല്ല കളറാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഫോക്സ് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. നമ്മൾ ഏകദേശം 3 ലൈറ്റ്സ് വീഡിയോ എടുക്കാൻ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് സ്ലീവ് ഒക്കെ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുന്നതാണ്. നേരിട്ട് വരത്തില്ല കേട്ടോ. ബ്ലൂമിങ് ജോർജറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയാണ്. ഫ്രോക്കായിട്ടോ കുർത്തിയായിട്ടോ വെയർ ചെയ്യാം. സെക്കൻഡ് ഐറ്റം വരുന്നത് നല്ല ഒരു പാർട്ടി വെയർ ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റാണ്. 2 പീസ് കളക്ഷൻ ആണ് കേട്ടോ. 2 പീസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് വരുന്നുണ്ട്. ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ടോപ്പാണ്. എപ്പോഴും കണ്ടുപിടുത്ത ആൻറ്റി കട്ട് ബീഡ്സ് അല്ല, നല്ല ഭംഗിയുള്ള ട്രാൻസ്പെറൻറ്റ് ബീഡ്സും കൂടെ നല്ല വൈറ്റ് കളറായിട്ടുള്ള ബീഡ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. സിൽവർ ടു വൈറ്റ് ഷെയ്ഡിലുള്ള ബീഡ്സാണ്. ആ കൂടെ തന്നെ നല്ല വാട്ടർ കളറായിട്ടുള്ള
ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്നുമല്ല, നല്ല ഹെവി ആയിട്ടാണ് ആ ഹാൻഡ് വർക്ക് സ്ക്വയർ ഷേപ്പിലും നമ്മുടെ വെർട്ടിക്കൽ ഷേപ്പിലേക്കും കൂടെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഫ്ലോറൽ പാറ്റേണിലും ബീഡ് വർക്ക് വരുന്നുണ്ട്. നല്ല ഐറ്റമാണ്. ഇത് കണ്ടോ, ദുപ്പട്ട നോക്കിയേ, നല്ല സൂപ്പർ ലെങ്ത്, 2.5 മീറ്റർ ലെങ്ത് ഉള്ള അടിപൊളി ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. അതിൻ്റെ എൻ പോർഷനിലേക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് 1 സൈഡോ 2 സൈഡോ എങ്ങനെ വേണേലും നമുക്ക് വെയർ ചെയ്യാം. നല്ല കളക്ഷനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ടോപ്പിന് ചുമ്മാ ഒരു ടോപ്പല്ല ചെയ്തേക്കുന്നത്, ബൊട്ടിക് സ്റ്റൈലിലേക്ക് വന്നിരിക്കുന്ന എലൈൻ കട്ട് ടോപ്പാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഹീറ്റഡ് പ്ലേറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഈച്ച് പ്ലേറ്റ്സും നൈഫ് പ്ലേറ്റ്സ് പോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് എടുത്തിട്ട് ഹീറ്റ് കൊടുത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ബാക്ക് സൈഡ് വരുന്നത് എലൈൻ കട്ടിങ് ആണ്. അതുകൊണ്ട് വണ്ണം ഉണ്ടാവുമെന്നുള്ള പേടിയും വേണ്ട. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസാണ്. 38 തൊട്ട് 44 വരെയാണ്. ഞാൻ വേറെ ഏതേക്കുന്ന എക്സൽ ആണ്, പക്ഷേ എനിക്ക് ലൂസ് ഫിറ്റ് ആണ്. ഞാൻ ബാക്കിലേക്ക് പിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ട് ലാർജ് ഇട്ടില്ല എന്ന്. ലാർജ് ഇടുമ്പോൾ കറക്റ്റ് ഫിഗർ ഫിറ്റാണ്. എക്സൽ ലൂസ് ഫിറ്റും. അപ്പം ഞാൻ എക്സൽ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ഇനി ലാർജ് വെയർ ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതപ്പോൾ പറയുകയും ചെയ്യും കേട്ടോ. വൈഡായിട്ടുള്ള നെക്കായതുകൊണ്ട് തന്നെ നല്ലൊരു കളക്ഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പ്രൈസ് വരുന്നത് 940. 2 പീസ് സെറ്റിനൊക്കെ അബോവ് 1000 ആണ് ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്നത്. നമ്മുടെ സ്പെഷ്യൽ പ്രൈസാണ് 940. നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അടിപൊളി പ്രൈസിൽ കൊണ്ടുവരുമ്പോൾ ട്രൈ ചെയ്യുക. അപ്പം നോക്കിയാൽ നമ്മുടെ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ്. നല്ല അടിപൊളി ലെങ്തും വിട്ടുമൊക്കെയുള്ള നല്ല സൂപ്പർ ദുപ്പട്ട, നല്ല ഹെവി പാർട്ട് വെയർ കുർത്തിയാണ്. ഇത്രയും നല്ല ഫീച്ചേഴ്സോട് വരുന്ന എ ലൈൻ കട്ട് വിത്ത് സെൻറ്റർ പ്ലേറ്റ്സോട് കൂടിയ ഹെവി ഹാൻഡ് വർക്ക്ഡ് കുർത്തീസ്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, നല്ല ലെങ്തുള്ള അടിപൊളി ദുപ്പട്ട. അപ്പം നല്ലൊരു സെറ്റ്, അടിപൊളി പാർട്ടി വെയർ. അതുപോലെ ഒരു സിമ്പിൾ ബ്ലാക്ക് ബോട്ടം ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി 940 മാത്രമാണ് നമ്മുടെ പ്രൈസ് വരുന്നത്. അപ്പം നമ്മുടെ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡാണ്. ഉഗ്രൻ പാർട്ടി വെയർ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. സ്പെഷ്യലി ഈ ഒരു ബീഡ് വർക്ക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പ്ലേറ്റ്സ് ആണെങ്കിലും ഗ്യാദർ പോലെ പൊങ്ങി നിൽക്കാണ്ട് നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം പ്രൈസ് വരുന്നത് 940. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ ആണ്. ടോട്ടൽ ലെന്ത് വരുന്നത് 47 ഇഞ്ചസ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. നല്ല ഡാർക്കർ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. പർപ്പിളിൻ്റെ കൂടെ എങ്ങനെയാണ് വർക്കൊക്കെ ഒന്ന് നോക്കി. നല്ല അടിപൊളി വർക്കാണ്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. സെയിം ഇതുപോലത്തെ സെയിം പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് 1100 ആ ഒരു റേറ്റിലേക്ക് വരേണ്ടതാണ്. നല്ലൊരു മാനുഫാക്ചർ നല്ല റേറ്റിൽ തരുമ്പോൾ നമ്മളും നല്ല അഫോർഡബിൾ റേറ്റിലാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് ആണ്. ചീപ്പർ ക്വാളിറ്റി അല്ല, അടിപൊളി ക്വാളിറ്റിയുള്ള ജോർജറ്റ് 2 പീസ് സെറ്റ്, ടോപ്പ് ആൻഡ് ദുപ്പട്ട. ഈ ഒരു പ്രൈസ് 100% വർത്താണ് 940. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 3 പീസ് സെറ്റാണ്. സെമി മോഡൽ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഐറ്റം 3 പീസ് ആണ്. ടോപ്പ്, ബോട്ടം ആൻഡ് ദുപ്പട്ട വരുന്നുണ്ട്. ടോപ്പിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നോക്കി, നല്ല രസമുണ്ട്. സെയിം ടോൺ ടു ടോൺ, അതായത് മോണോക്രോം തീമാണ്. നമ്മുടെ നല്ല ഒരു ലാവൻഡർ ഷെയ്ഡ്, ഒരു പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡിലേക്ക് ഫ്ലോറൽ പ്രിൻറ്റ് വിത്ത് ഫോയിൽ പ്രിൻ്റ് ആണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് യോക്കിന് ഒരു ചെറിയ സെപ്പറേഷനൊക്കെ കൊടുത്തിട്ട് സെൻറ്റർ പോർഷനിൽ കൂടെ വുഡൻ ബട്ടൺ, ഒരു പടി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ കൂടെ വുഡൻ ബട്ടൺ ആണ് ചെയ്തേക്കുന്നത്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 പീസ് സെറ്റാണ്. സൈഡ് സെറ്റഡ് ആണ്, സ്ട്രൈറ്റ് കട്ട് ആണ്, ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. 46 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. ദുപ്പട്ട നോക്കിയാൽ സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ബോട്ടം പീസ് ആണെങ്കിലും സെയിം ഫാബ്രിക് തന്നെയാണ്. സെമി മോഡലാണ്. ഫ്രണ്ടിൽ പടി, ബാക്കിൽ ഇലാസ്റ്റിക്, സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം. പിന്നെ ഡോരീസും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു 3 പീസ് കളക്ഷനാണ്. പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. 1080 മാത്രമേ ഉള്ളൂ. ഫുള്ളി സ്റ്റിച്ചഡ് ആയിട്ട് കിട്ടും. നല്ല ക്വാളിറ്റിയാണ്, നല്ല സ്റ്റൈലാണ്, നല്ല സോഫ്റ്റ് ഫെദർ ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടച്ച് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 1080 സൈസ് വരുന്നത് ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആൻഡ് 3XL. ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസാണ് കേട്ടോ. എനിക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. അപ്പോൾ എൻ്റെ വണ്ണമുള്ളവർ ലാർജ് എടുത്താൽ മതി. ഡൗട്ട്ഫുൾ ആയിട്ടുള്ളവർ 1 സൈസ് കൂട്ടിയെടുക്കുക. നമുക്ക് ഇതിൻ്റെ കളേഴ്സ് കാണാം. പേസ്റ്റൽ ചാർട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. ഞാൻ ഇട്ടിരിക്കുന്നത് പേസ്റ്റൽ ലാവൻഡർ ആണ്. നെക്സ്റ്റ് വൺ വരുന്ന നല്ല രസമുള്ളൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ്, ഒരു ബ്ലൂയിഷ്. ഈ ഒരു ബ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടർക്കോയ്സ് ഗ്രീനും ബ്ലൂ ഒക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്നത്. ടർക്കോയ്സ് ഗ്രീൻ തന്നെ കൂട്ടിക്കോളൂ. പേസ്റ്റൽ ചാർട്ടാണ്. നെക്സ്റ്റ് വൺ വരുന്ന ഒരു പേസ്റ്റൽ പിങ്ക് ആണ്, പിങ്കിഷ് പീച്ചാണ്. പിന്നെ നമ്മുടെ സ്വന്തം പിസ്ത ഗ്രീൻ, ഒരു രക്ഷയില്ല. നല്ല കളറും നല്ല മെറ്റീരിയലും
നല്ല ഫാബ്രിക്കാണ് കേട്ടോ. സ്റ്റിച്ചിങ് എല്ലാ കാര്യങ്ങളും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് 100% വർത്താണ്. വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭംഗിയൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. അത് ആ ക്യാമറയുടെ ഒക്കെ കൊണ്ടിരിക്കും. ഈ ഒരു വുഡൻ ബട്ടനൊക്കെ കൊടുത്ത് നല്ല രസമുണ്ട്. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ ദുപ്പട്ട വരുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെ നമ്മളിപ്പോൾ കണ്ട അതേ ഫീച്ചേഴ്സോട് കൂടിയ ദുപ്പട്ടയാണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടം ഓൾസോ സെയിം തന്നെ. ലാർജ് എക്സൽ, ഡബിൾ എക്സൽ, 3XL. പ്രൈസ് വരുന്നത് 1080. തേർഡ് ഷെയ്ഡ് വരുന്നത് പേസ്റ്റൽ പീച്ചാണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് നല്ല ഫാബ്രിക്കാണ്. കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല. അടിപൊളി ഫിറ്റിംഗ്. ഈ ഒരു നെക്കൊക്കെ കണ്ടോ എന്നാ രസമാണെന്ന് നോക്കി. നല്ല നെക്ക്. ഇന്നത്തെ 3 ഐറ്റംസും നല്ല ഐറ്റംസാണ്. ഇത് നല്ല സൈസൊക്കെ എല്ലാം തന്നെ ഉണ്ട് താനും. അപ് ടു 4XL സൈസിൽ ഇന്നത്തെ വീഡിയോയിൽ കുർത്തീസ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1080. നെക്സ്റ്റ് ആണ് വരുന്നത് ഫൈനൽ ഷെയ്ഡ് വരുന്നത് പിസ്ത ഗ്രീൻ ആണ് കേട്ടോ. അതിമനോഹരമായ പിസ്ത ഗ്രീൻ. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല കളറാണ്. ഡൾ ഷെയ്ഡ്സ് അല്ല, എല്ലാം നല്ല പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ. ഡൾ ഷെയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഡസ്റ്റി ചാർട്ട് എന്ന് പറയും. ഇത് ഇംഗ്ലീഷ് ടോൺസ് ആണ്, ഇംഗ്ലീഷ് കളേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലാർജ് എക്സൽ, ഡബിൾ എക്സൽ ആൻഡ് 3XL മീൻസ് അപ് ടു 40 തൊട്ട് 46 വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1080. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് സാരി ലവേഴ്സിനാണ്. ബഡ്ജറ്റ് റേറ്റിലൊരു ബ്രാൻഡഡ് സാരി ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഫാബ്രിക് വരുന്നത് ചന്തേരിയാണ് കേട്ടോ. കോട്ടൺ ചന്തേരി ഫാബ്രിക്കാണ്. ചൂട് സമയത്ത് വെയർ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. നല്ല ഇതിനായിട്ട് വന്നിരിക്കുന്ന പ്രിൻ്റ് ഒന്ന് നോക്കിയാൽ നമ്മുടെ സ്വന്തം ബതിക് പ്രിൻ്റാണ്. ബതിക് പ്രിൻ്റ് ചെയ്ത സാരീസ് വെരി വെരി ബ്യൂട്ടിഫുൾ ആണ്. എല്ലാവർക്കും ചേരും. ഒരു ഡാർക്ക് ബ്രിക്ക് റെഡ് ഒന്നും പറയാൻ പറ്റില്ല, മെറൂൺ ഒന്നും പറയാൻ പറ്റില്ല. ഇതിന് രണ്ടിനെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കളറാണ്. പിന്നെ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ സാരിയുടെ ലുക്ക് ഇങ്ങനെ വരും കേട്ടോ. ബോഡി പോർഷനിലേക്ക് വരുന്നത് ഒരു മെറൂണിഷ് ബ്രിക്ക് ഷെയ്ഡാണ്. ഫുള്ളി ബതിക് പ്രിൻറ്റ്. പിന്നെ അതിന് ബോർഡേഴ്സ് ആയിട്ട് ഒരു യെല്ലോ ബോർഡർ പോകുന്നുണ്ട്. പിന്നെ സെറി ബോർഡേഴ്സും ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. യൂഷ്വലി ബഡ്ജറ്റ് സാരീസിന് അങ്ങനെ ബ്ലൗസ് പീസ് വരാറില്ല. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഈ ബ്ലാക്ക് ആണ് ബ്ലൗസ് പീസ് വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ വരും കേട്ടോ. അപ്പം സംഭവം അടിപൊളിയാണ്. ബ്ലൗസ് പീസ് ഉണ്ട്, നല്ല സെപ്പറേറ്റ് ആയിട്ടുള്ള മുന്താണി വരുന്നുണ്ട്. പിന്നെ നല്ല ഭംഗിയിൽ സാരിയും വന്നിട്ടുണ്ട്. പ്രൈസ് അടിപൊളിയാണ്. 589 മാത്രമേ ഉള്ളൂ. 589 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഈ സാരീസ് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഗിഫ്റ്റിംഗ് ഓപ്ഷനോ നമുക്ക് തന്നെ വെയർ ചെയ്യാനോ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ വരും ഔട്ട്ലുക്ക്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ്. ഇതാണ് നമ്മുടെ ഈ ചെസ്റ്റ് സൈഡിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഭാഗം ഇതാണ് കേട്ടോ. ഇതാണ് ബോർഡർ വരുന്നത്. പിന്നെ ഈ നമ്മുടെ സാരിയുടെ അടിഭാഗം ഡാമൻ ഏരിയയിലേക്ക് വരുന്നത് ഈ ഭാഗം വരും. ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ബ്ലൗസ് പീസ് ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ ബ്ലൗസും ഉണ്ട്. മുന്താണി ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. 580 രൂപയ്ക്ക് കോട്ടൺ ചന്തേരി ഫാബ്രിക്കിൽ സാരി ഓൺലൈൻ ഇങ്ങനെ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു 900 ആ ഒരു റേറ്റിൽ മാത്രമായിരുന്നു നേരത്തെ ഷോപ്സിൽ അവൈലബിൾ ആയിരുന്നുള്ളത്. ഇപ്പോൾ ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ഓൺലൈനിൽ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡ് 589 റേറ്റിലേക്ക് ഈ സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 കളേഴ്സ് ഉണ്ട്, ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോട്ടോസ് അയച്ചു തരുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ കുർത്തി ഗിഫ്റ്റായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഒത്തിരി പേര് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം കേട്ടോ. ഇത് ഇന്ന് രാവിലെ വന്നതാണ് കേട്ടോ. പെർഫെക്റ്റ് സൈസ് ഡ്രസ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരാൾ അയച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, സൂപ്പർ. ഇത് കണ്ടോ, ഇതിനകത്ത് അതായത് നമ്മുടെ ഒരു ഈ ഭാഗം ബോറായിട്ടുള്ളവർക്ക് സ്കിപ്പ് അടിക്കാം കേട്ടോ. അതായത് ഒരു കസ്റ്റമറാണ്, എനിക്കിഷ്ടപ്പെട്ടു, സൂപ്പർ. ഇതിനകത്ത് ആരാണ് ദേ താങ്ക്സ് ടു മിരാന ടീം. ഒന്നും പറയാനില്ല എന്ന് എഴുതാൻ തോന്നില്ല, കാരണം പറയാതെ വയ്യ. പാക്കിംഗ്, മെറ്റീരിയൽ ക്വാളിറ്റി, കസ്റ്റമർ സർവീസ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. ഇതിന് പിന്നിലെ ജീവയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇതെൻ്റെ എത്രാമത്തെ കുർത്തി സെറ്റാണെന്ന് അറിയാമോ? 20. ഇന്നലെ ഇത് കൈപ്പറ്റി ഫ്രം ട്രിവാൻഡ്രം. ഇതെല്ലാം നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഫീഡ്ബാക്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഫോട്ടോസൊക്കെ ഇട്ട് തരുന്ന ഒത്തിരി പേരുണ്ട്. ഇതെല്ലാം നമ്മൾ ഇതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് കുർത്തി ഗിഫ്റ്റായിട്ട് കൊടുക്കും. ഫാസ്റ്റസ്റ്റ് ഡെലിവറി, ഇത്ര പെട്ടെന്ന് ആരും ഡെലിവറി തരാറില്ല, താങ്ക് യു മിലാന. അതായത് നമ്മുടെ ഒരു കസ്റ്റമറാണ്. ഇത് നമ്മുടെ നൈറ്റിക്ക്, ഫ്രോക്ക് നൈറ്റി കിട്ടി, സൂപ്പർ, ഒന്നും പറയാനില്ല, അത്രയ്ക്കും സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ, താങ്ക്സ് മിലാന. അതായത് ഇത് മറ്റൊരു കമൻറ്റ്, ഇത് വേറൊരു കമൻറ്റ്.
കുർത്തി സെറ്റ് സാരി കിട്ടി, അടിപൊളി സൂപ്പർ. ടോപ്പ് കിട്ടി. ടോപ്പ് ഇത് നമ്മുടെ കോളറിനെ കുർത്തിയായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറയുന്ന കളർ. ഇത് ശരിക്കും ലാവൻഡർ ഷെയ്ഡാണ്, പക്ഷേ കസ്റ്റമറിൻ്റെ ഫോണിൽ ആളെടുത്ത് അയച്ചപ്പോൾ കണ്ടോ ഒരു ഗ്രേ പോലെ ഇരിക്കുന്നുണ്ടോ. അത് പറഞ്ഞു ഇതൊന്നും ആരും കളർ മനഃപൂർവ്വം മാറ്റുന്നൊന്നുമല്ല. നമുക്ക് ഇത് കണ്ടോ, നമ്മുടെ ഒരു കസ്റ്റമറാണ്. ഇഷ്ടമുള്ള വഴിയെ പോവുക. കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഇത് കണ്ടോ, ഇത് നേരത്തെ എങ്ങാണ്ട് എടുത്തതാണ്. ഇത് കുറേ നാൾ മുന്നത്തെയാണേ. ഇത് കണ്ടോ, ഇങ്ങനെ കാണിക്കാമായിരുന്നു അല്ലേ. ഇത് ഒരു കസ്റ്റമർ തന്നെയാണ് 2 കുർത്തീസ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാടുണ്ടേ. ഇത് നമ്മുടെ ഗിവ് അവേ വിന്നറാണ് കേട്ടോ. ഗിവ് അവേ വിന്നറായിരുന്നു. കുർത്തി കിട്ടി. കഴിഞ്ഞ ദിവസം കണ്ടാണ് ആളത് ഇട്ടത്. അപ്പോൾ നമുക്ക് എടുത്തയച്ചു. ഇത് കണ്ടോ എന്ത് രസമെന്ന് നോക്കി. പാനൽ കട്ടിനൊന്നും ഏജ് ഇല്ല, ആർക്കും വെയർ ചെയ്യാം. അടിപൊളിയായിരിക്കും. നോക്കി ഏതൊരു കുർത്തി ഇടുന്നതിലും അടിപൊളിയായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ ഓഫറിലെടുത്താന്ന് തോന്നുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ വിഷു കളക്ഷൻ ആയിരുന്നു. കറക്റ്റായിട്ട് കാണിക്കണേ. ഇത് കണ്ടോ, ഇത് നമ്മുടെ സ്വന്തം കസ്റ്റമറാണ് കേട്ടോ. നമ്മുടെ സിന്ധു പ്രമോദ് എന്ന് പറഞ്ഞ കസ്റ്റമറാണ്. ആൾ എത്ര എണ്ണം എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, അത്രയ്ക്കും എടുത്തിട്ടുണ്ട്. ഇത് വേറൊരു കസ്റ്റമറാണ്, അവരുടെ ഫാമിലി ഫോട്ടോയാണ്. ഇതുണ്ട്, എന്ത് രസമാണെന്ന് നോക്കി, അടിപൊളിയല്ലേ. നമ്മുടെ സിന്ധു പ്രമോദ് എന്ന് പറഞ്ഞ കസ്റ്റമറാണ്. ഇതെല്ലാം നമ്മുടെ കുർത്തി തന്നെയാണ്. ഇത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഓർഡർ എടുത്തുകൊണ്ടിരുന്ന കാലം തൊട്ട് എനിക്ക് നമ്മുടെ അടുത്തുനിന്ന് കുർത്തി മേടിക്കുന്ന നന്ദിനി എന്നാണ് പേര്. ഇത് എൻ്റെ സീനിയർ ചേച്ചിയായിരുന്നു, ബ്ലസ് ചേച്ചി ഒരുപാട് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ 3XL സൈസിൽ നിന്ന് ആളിപ്പം ലാർജ് സൈസിലേക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് എത്തിയതാണ്. ഏത് കുർത്തി ഇട്ടാലും അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കസ്റ്റമറിന് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് റീലായിട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ വോളിയം കുറയ്ക്കുകയാണ്, കാരണം ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് വോളിയം കുറച്ചാണ്. ഇതെല്ലാം നമ്മുടെ കുർത്തീസാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ആരാണെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ആൾക്ക് സ്പെഷ്യൽ ഒരു കുർത്തി നമ്മൾ ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്. ഇത് നമ്മുടെ കസ്റ്റമർ. ഇങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഇട്ട കുർത്തീസ് ഇതൊക്കെ കണ്ടോ. അപ്പം ഇവരിൽ നിന്നും ഒരാൾ ഗിഫ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ആ ഒരു റീൽ ഉണ്ടാക്കി നമുക്ക് അയച്ച ആളാണ് ഒരു വിന്നർ. സെക്കൻഡ് ഉണ്ട്, എന്ത് രസമാണെന്ന് നോക്കി. ഞാൻ അതാ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇടുന്നതിനേക്കാൾ ഭംഗിയാണ് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് കിട്ടി കഴിയുമ്പോഴേ. വീഡിയോയിൽ ചില സമയത്ത് ആ ലുക്കൊന്നും കിട്ടത്തില്ല, കാരണം നമ്മൾ സാധാരണ ക്യാമറ വെച്ചിട്ട് എടുക്കുന്ന വീഡിയോ അല്ലേ. നമ്മുടെ ഒരു കസ്റ്റമറാണ്. ആൾ വേറെ സ്ഥലത്തു നിന്ന് കൊല്ലോ പത്തനംതിട്ട എങ്ങാണ്ട് ഇവിടെ വന്നതാണ് നമ്മുടെ ഷോപ്പിൽ. അപ്പം നമ്മുടെ എവിടെയാണ്, പാലക്കാട് നിന്ന് വന്നാണ്. അപ്പം നമ്മുടെ സ്റ്റാഫിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഇത് നമ്മുടെ കസ്റ്റമർ, ഇത് നമ്മുടെ കസ്റ്റമേഴ്സ്. ഇത് കണ്ടോ നമ്മുടെ വിഷു കളക്ഷൻ. എന്ത് രസമായിട്ടാണ് ഫോട്ടോസ് എടുത്തേക്കുന്നത് നോക്കി. ഇതൊക്കെ വെറും 795 സെയിൽ ചെയ്ത പ്രൊഡക്ട്സാണ്. നല്ല നല്ല ഫീഡ്ബാക്ക്. ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ. ഇത് കണ്ട് ഇതൊക്കെ ക്ലാരം നിന്ന് അനങ്ങുന്നു, ഞാനത് വീഴാൻ പോകണം. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ള ഇത്രയും കളക്ഷൻസ് അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാളെടുത്തേക്കുന്നതാണ് ഇതുണ്ടോ. ഇത് നമ്മൾ ഓഫറിന് 399 ഒക്കെ ഇട്ടാൽ, പക്ഷേ നമുക്ക് ശരിക്കും 499 959 അത്രയൊക്കെ റേറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തെടുത്ത് കുർത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉള്ള ഒരു ഓഫർ ടൈമിലൊക്കെ കുർത്തി എടുത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഐറ്റംസ് ആ സമയത്ത് കിട്ടാൻ ഏറ്റവും നല്ല പ്രൊഡക്ട്സ് ഒക്കെ തന്നെ. അല്ലെങ്കിലും എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ്. പിന്നെ ഓഫറിന് വരുമ്പം നമ്മൾ മേടിച്ച റേറ്റിലും താഴ്ന്ന റേറ്റിൽ നിങ്ങൾക്കത് കിട്ടും. അപ്പം അങ്ങനെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാൻ. എന്നും കുർത്തി എടുക്കാത്ത ആളുകളും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇനി ഇവരിൽ നിന്ന് ഒരാളെ നമുക്ക് സെക്കൻഡ് വിന്നറായിട്ട് സെലക്ട് ചെയ്യാം. ഒരു വിന്നറിനെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് നമുക്ക് ആ റീൽ ഉണ്ടാക്കി തന്ന ആളാണ്. കറക്റ്റായിട്ട് ഓണല്ലേ, നിൽക്കുമ്പോൾ പറയണേ. നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരെണ്ണം ആകുമ്പോൾ പറയണം. അപ്പോൾ നമുക്ക്
ഒരാളെ സെലക്ട് ചെയ്യാം കേട്ടോ. ഒരാൾ വിന്നർ നമുക്ക് റീൽസ് അയച്ച ആളാണ്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മൾ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. സെക്കൻഡ് പേഴ്സണെ എനിക്ക് കാണത്തില്ല, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. വരുന്നുണ്ടോ ക്ലാരെ? ഒരാളെ സ്റ്റോപ്പ് ചെയ്യും, ആളായിരിക്കും വിന്നർ. സ്റ്റോപ്പായോ? നിന്നോ? ഇല്ലല്ലോ, നിർത്തട്ടെ. താഴോട്ടാണോ? ഇങ്ങോട്ടോ? ആ പോരട്ടെ പോരട്ടെ. സ്റ്റോപ്പ്. കിട്ടിയോ? കിട്ടിയോ? കിട്ടിയെന്ന് പറയുമ്പോ അല്ല, ഒരാളുണ്ടോ ഇപ്പൊ ഇല്ല? അല്ല, ഫോട്ടോ മതി, കുഴപ്പമില്ല. പ്രൊഡക്റ്റിന്റെ ഫോട്ടോയേ ഉള്ളൂ, ആളുടെ ഫോട്ടോ ഇല്ലേ? അല്ല, ഈ കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. അപ്പൊ ഇതാണ് കേട്ടോ വിന്നർ. ഇതാണ് നമ്മുടെ വിന്നറായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ അയച്ചു തന്ന ആരാന്ന്, ഫോട്ടോ അയച്ചു തന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെ കോൺടാക്ട് ചെയ്യുക. ടോപ്പ് കെട്ടി താങ്ക് യു എന്ന് മാത്രമാണ് അയച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഈ ഒരു അന്തരീക്ഷവും ഫോട്ടോ എടുത്ത ആൾക്കും അറിയാമല്ലോ. അപ്പോൾ സെക്കൻഡ് വിന്നർ ഇതാണ്. അപ്പോൾ 2 വിന്നേഴ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് റീൽസ്, നമ്മുടെ കുർത്തി കളക്ഷൻസ് എല്ലാം എടുത്ത് വെച്ച് റീഡ് ചെയ്ത് കഷ്ടപ്പെട്ട് അയച്ച ആളും ആരാന്ന് എനിക്കറിയില്ല. സെക്കൻഡ് വിന്നർ ഈ ഒരു പിക്ക്. ഇത് നമ്മൾ അധികം കാലം മുന്നേ ഇട്ട പ്രൊഡക്റ്റ് അല്ല കേട്ടോ, ഒരു 1.5 ആഴ്ച മുന്നേ ഇട്ട പ്രൊഡക്റ്റാണ്. അപ്പം ആ ആളുമാണ് സെക്കൻഡ് വിന്നർ. 2 പേർക്കും കൺഗ്രാലേഷൻസ്. നമ്മളെ കോൺടാക്ട് ചെയ്യുക, നമ്മളെ ഗിഫ്റ്റ് ആയിട്ടുള്ള കുർത്തി സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇനി ഇത് ഇങ്ങനെ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ വിന്നറിനെ സെലക്ട് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അങ്ങനെ ചെയ്യാം. അപ്പം ശരി, താങ്ക് യു.